അത്യാവശ്യം കയറാനുമുണ്ട്. പിന്നെ വെയിലില്ലാണ്ടൊക്കെ ഒന്നെങ്കിൽ രാവിലെ പുലച്ചൊക്കെ വന്നിട്ട് കയറുക, അല്ലെങ്കിൽ വെയിലൊക്കെ ആറിയിട്ട് വരുന്ന നല്ലത്. ടൈമിങ് ഒരു 10 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും. ഇവിടെ ഒരു 5 മണി 6 മണിയെല്ലാം ആകുമ്പോഴേക്ക് കുറേ ആൾക്കാർ വരുന്നൊക്കെ പറയുന്നത്. അത്യാവശ്യമുണ്ട്. വയസ്സുള്ളവർക്കും ചെറിയ പിള്ളേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറാൻ വേണ്ടിയിട്ട്. വയസ്സുള്ളവരെല്ലാം താഴെ തന്നെ ഇരിക്കുകയെന്ന് കയറാണ്ട്. പിന്നെ കയറ്റം കഴിഞ്ഞതാ, ഇപ്പം ചെറിയൊരു ഇറക്കം വരുന്നു. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് കയറിക്കോ. താഴെ ഒരു തട്ടടയൊക്കെ ഉണ്ട്, ചായയും പഴംപൊരിയൊക്കെ കിട്ടും. എന്നാലും മേലത്ത് എന്തായാലും ടയേർഡാവും. ഉണ്ട് നിങ്ങൾ അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ സാധനങ്ങൾ. പിന്നെ ഷൂ ഒക്കെ എടുക്കാൻ നല്ലത്. സ്ലിപ്പറൊക്കെ ഇട്ടിട്ട് വന്നു. സ്കിഡ് ഹാൻഡിൽ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം വരുമ്പോൾ 2 വഴിയുണ്ടായേനെ. അതൊരുവിട്ട് 2 ഭാഗത്തോട്ട് വന്നാലും നമ്മൾ ഈ സ്ഥലത്ത് തന്നെ എത്തുക. അല്ലാണ്ട് വേറെ പുതിയ സ്ഥലമൊന്നും കാണാനൊന്നുമില്ല ഇവിടെ. ഇത് ടോപ്പിലേക്ക് പോവാണ് നമ്മൾ. അത്യാവശ്യം കയറാനുണ്ടെന്ന് ചോദിച്ചുണ്ട്. പക്ഷെ മുന്നത്തെ യാത്ര പോലെ അത്ര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നില്ല. ഇതിപ്പം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കയറാനൊക്കെ ഉണ്ട്, പിടിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഏജിലുള്ളവർക്കും കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യെസ്, ഒരാൾ കാര്യമായിട്ട് കയറുന്നുണ്ട്. കയറാൻ അത്യാവശ്യമുണ്ട് കേട്ടോ. കയറാനും ഉണ്ട്, വണ്ടിയിൽ യാത്ര ചെയ്യാനും ഉണ്ട് അത്യാവശ്യം. ഇങ്ങോട്ടേക്ക് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു വണ്ടിയിൽ വരുമ്പോൾ. പിന്നെ 2 വണ്ടിയിലുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷെ ട്രാവലറൊക്കെ കയറി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ആൾക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ ആരും ഇല്ലാത്ത പോലെ തോന്നുക. പക്ഷെ ആൾക്കാർ അത്യാവശ്യം ഉണ്ട്. ടോപ്പാണ്, ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. അയ്യോ, അത്യാവശ്യം നല്ലൊരു വ്യൂ. ഇപ്പം വെയിൽ കുറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം തണുപ്പ് വരുന്നുണ്ട്. ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് ഒക്കെ കുറവാന്ന് തോന്നുന്നു. ടിക്കറ്റ് ഉണ്ട്, ഒരു 35 റുപ്പീസാണ് അഡൽട്ടിന്. കുട്ടികളാകുമ്പോൾ അതിൽ കുറവായിരിക്കും. 10 രൂപയാണ് കുട്ടികൾക്ക് വരിക. രാവിലെയൊക്കെ വരുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ രാത്രി കുറച്ച് വെളിച്ചൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം കാണാനുണ്ട് തോന്നുന്നു. കുഴപ്പമില്ല. വെറുതെ നോക്കിയിട്ട് വരാം. തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി അറിഞ്ഞപ്പോൾ എന്താ സംഭവം പറയുന്നത്. ഇവിടെ മേലെ വന്നതിന് ശേഷം താഴേക്കുള്ളൊരു പോയിൻ്റാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. ജീപ്പിൽ വന്നിട്ട് താഴ്ന്ന മേലേക്ക് ട്രക്കിംഗ് പോലെ ഉണ്ടെന്ന്. അതായിരിക്കും ഇതെന്ന് തോന്നുന്നത് എനിക്ക്. അന്നേരം യാത്രയൊക്കെ പോയ പോലെ
കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു തണുപ്പുണ്ട് ഇപ്പോഴും. ഒരു 5 മണിയായിട്ടേ ഉള്ളൂ ഏകദേശം. ഇവിടെ വഴി ഡെഡായ പോലെയാണുള്ളത്. വഴി അത്ര പ്രോപ്പറൊന്നുമല്ല. അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. വഴിയുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഏറണ്ട. വഴിയുണ്ട്. കാടാണ് അത്യാവശ്യം. അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇപ്പോഴും. നമ്മൾ ചെറിയ ആളെല്ലാം കയ്യിലുണ്ട്. ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും സൺസെറ്റ് ആവാനായി. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നു. ഇങ്ങനെ നമുക്ക് വെറുതെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യാം. മലേൻ്റെ ടോപ്പ് ഭാഗമാണ്. താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇത് പൈതൽ മലേനെക്കാട്ടെ ഹൈറ്റ് കൂടിയ സ്ഥലം എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് തിരിച്ചമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ കേട്ടോ. അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലം മാത്രമാണ് ഇതിൽ കുറച്ച് നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക്. രാത്രി 8 മണിയായിട്ടുള്ള ഇവിടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നൊരു കുറച്ചൊരു ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. നമ്മളെ ബീച്ചിലൊക്കെ പോകുന്ന പോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു 16 സിനിമ സെറ്റപ്പ് എന്തോ കാണുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ വരുമ്പോൾ പാർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ അല്ല. ഇതിവിടെ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. നന്നേ ചെറിയ കുട്ടികൾ പാടില്ല, ഗർഭിണികൾ പാടില്ല, പിന്നെ ഹൃദ്രോഗികൾ പാടില്ല. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞിൻ്റെ ഒരു തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവുമായിരിക്കും തണുപ്പും കാര്യങ്ങളൊക്കെ. അവിടെ ദൂരെ ഒരു പള്ളിയുണ്ട്. ഒരു 5 കാലമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം റഷൊക്കെ കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തിരിച്ചിറങ്ങുവാണ്. കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഒരു ഹില്ലിലൊക്കെ കയറി വരുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. ഇത് 2 രീതിയിൽ വരാം. ഒന്ന് നമ്മളെ സ്വന്തം വാഹനത്തിന് ഡയറക്റ്റ് കയറി വരാം. താഴെ ഈ കാണുന്നില്ലേ പാർക്കിംഗ് ആണത്. അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് കയറി വരാം. ടിക്കറ്റ് 35 രൂപ കൊടുത്തിട്ട്. അല്ലെങ്കിൽ താഴെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. പകുതി വരെ കയറിയിട്ട് ഒരു ട്രക്കിങ് പോലെ കയറിയിട്ട് വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. രണ്ടാമതൊന്നും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പാലക്കയം തട്ടിൻ്റെ മേളിലുള്ള വ്യൂ സൺസെറ്റ് ടൈമിൽ. താഴത്തെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം. അത്യാവശ്യം തിരക്ക് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ആകെ 2-3 വണ്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്യാവശ്യം ആളും ബഹളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തിരിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ട് ആയതുകൊണ്ട് നമ്മൾ പതുക്കെ ഇറങ്ങുവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ് ഇപ്പോഴും. എന്താ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സൺസെറ്റ് ടൈമോ വന്നാൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നല്ല വ്യൂ ആണ് ശരിക്കും.